ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ലക്ഷ്യം വെച്ചത് രാജ്യാന്തര വിഗ്രഹക്കടത്തെന്ന സംശയം പ്രകടിപ്പിച്ച് ഹൈക്കോടതി. രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷനുകൾക്ക് സമാനമായ നീക്കമാണെന്നാണ് കോടതിയുടെ നിരീക്ഷണം. ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സന്നിധാനത്ത് നൽകിയത് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യമെന്നും ഹൈക്കോടതി. വിഷ്ണു സുരേഷ് കൊച്ചിൻ ചെയ്ത് വിഷ്ണു, ഒരു പാൻ ഇന്ത്യൻ തട്ടിപ്പ് അപ്രോച്ചിൽ നിന്നൊരു പാൻ വേൾഡ് അപ്രോച്ചിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന സംശയമാണ് ഇപ്പോൾ ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത്. എന്താണ് വിശദാംശങ്ങൾ? സുഹൈൽ, വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം, ഒരു സംശയം ഹൈക്കോടതി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രകടിപ്പിച്ചിരിക്കുന്നു. അതിന് വഴിവെച്ചത് ഈ ശബരിമല സന്നിധാനത്ത് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തി വാതിലുകളുടെ പകർപ്പ്, അതോടൊപ്പം തന്നെ കട്ടിളപ്പടിയുടെ പകർപ്പ്, ദ്വാരപാലക ശില്പത്തിന്റെ പകർപ്പ് എല്ലാം എടുത്തിരുന്നു. ഇത് ഈ പകർപ്പുണ്ടാക്കി, അതായത് റെപ്ലിക്ക ഉണ്ടാക്കി, അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഈ ഭക്തിയുടെ പേരിൽ കച്ചവടം ചെയ്യാൻ, കോടികൾ സമ്പാദിക്കാൻ ഒരു ലക്ഷ്യം അയാൾക്കുണ്ടായിരുന്നതായി കോടതി സംശയിക്കുന്നുണ്ട്. അതിന് കോടതി ഉപയോഗിക്കുന്നത് രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനായ സുഭാഷ് കപൂറിന്റെ ഓപ്പറേഷന് സമാനമായ ഒരു നീക്കം ഇവിടെ നടന്നിട്ടുണ്ട് എന്നാണ് കോടതി പറയുന്നത്. അങ്ങനെ ഒരു സംശയമാണ് കോടതി പ്രകടിപ്പിക്കുന്നത്. വിശാലമായ ഒരു അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തണമെന്ന് കോടതി നിർദ്ദേശിക്കുന്നു. ശബരിമലയിലെ വിശുദ്ധ വസ്തുക്കളുടെ പകർപ്പുണ്ടാക്കി അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് കോടതി പറയുന്നത് കോടികൾ തട്ടിയെടുക്കുക എന്നുള്ളതായിരുന്നു അയാളുടെ ലക്ഷ്യം എന്നൊരു സംശയം കോടതി പ്രകടിപ്പിക്കുന്നു. അതിലൊരു വിശദ അന്വേഷണം വേണമെന്ന് പറയുന്നു. ഇത് വഴിവെച്ചത് ഉദ്യോഗസ്ഥർ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയിട്ടുള്ള അനിയന്ത്രിതമായ ഒരു സ്വാതന്ത്ര്യമാണ്. അതായത് ഏത് സമയത്തും സന്നിധാനത്തെത്തി ഇത്തരത്തിലൊരു മെഷർമെന്റ് ഒക്കെ എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സ്വാധീനം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അവിടെ ഉണ്ട്. സ്വാഭാവികമായും ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അവരുമായുള്ള സൗഹൃദങ്ങൾ, സ്വാഭാവികമായും അവർക്കും ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്ന നിരീക്ഷണത്തിലേക്ക് ഹൈക്കോടതി എത്തുകയാണ്. വളരെ സുപ്രധാനമായ ഒരു നിരീക്ഷണം. അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരനായ സുഭാഷ് കപൂറിനോട് ഉപമിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഹൈക്കോടതി ദേവസ്വം ബെഞ്ച്. സുഹൈല, സ്പോൺസറായി സമീപിച്ച് നിഷ്കളങ്കമായി സ്വർണം പൂശി നൽകാമെന്ന വാഗ്ദാനം മാത്രം നൽകുകയല്ല, ഇതിനപ്പുറത്തേക്ക് അവിടെയുള്ള ഓരോ വസ്തുക്കളുടെയും പകർപ്പെടുത്ത് അതിന് രാജ്യാന്തര മാർക്കറ്റിലെ വില ഉറപ്പിച്ച് അങ്ങോട്ട് കടത്തിക്കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത കൂടി ഈ പറയുന്ന ഉദ്യോഗസ്ഥ വൃന്ദവുമായി സഹകരിച്ചുകൊണ്ട് ഉണ്ണികൃഷ്ണൻ ആസൂത്രണം ചെയ്തിരുന്ന സംശയം കൂടിയല്ലേ ഇപ്പോൾ കോടതി ഉയർത്തുന്നത്? വിഷ്ണു, സുഹൈല, ഭക്തിയുടെ മറവിലുള്ള തട്ടിപ്പ് അതാണ്. അതായത് ഈ റിലീജിയസ് പാട്രണേജ് ഉപയോഗിച്ചുകൊണ്ടുള്ള ലൂട്ടിംഗ്, അങ്ങനെയാണ് കോടതി ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ആ വാക്ക്, അതായത് സ്പോൺസറായി വന്ന് ഇവിടെ നിന്ന് ഈ വസ്തുക്കളുടെ എല്ലാം മെഷർമെന്റ് എടുത്ത് അതിൽ ഒരു എന്താ പറയുക, ഈ അമ്പലവുമായി ബന്ധപ്പെട്ടുള്ള ആർട്ട്, അതിന്റെ എല്ലാം വസ്തുക്കൾ കൊത്തിവെച്ച് അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ അസ്ട്രോണമൽ പ്രൈസ് എന്നാണ് കോടതി ഉദ്ദേശിക്കുന്നത്, അസ്ട്രോണമൽ പ്രൈസിൽ വിൽക്കുക എന്നുള്ള നിലപാടാണ് കോടതി സ്വീകരിക്കുന്നത്. അതാണോ ഇയാൾ ഉദ്ദേശിച്ചത് എന്ന കാര്യത്തിൽ വിശദമായ അന്വേഷണമാണ്. വളരെ കൃത്യമാണ്. അതായത് സുഭാഷ് കപൂർ എന്ന് പറയുന്നത് രാജ്യാന്തര വിഗ്രഹക്കടത്തുകാരനാണ്. ഒരുപാട് കേസുകൾ, ഒരുപക്ഷെ $100 മില്യൺ വരുന്ന കള്ളക്കടത്ത് കേസുകളിലൊക്കെ പ്രതിയാണ് സുഭാഷ് കപൂർ. അയാൾ നടത്തിയിട്ടുള്ള തട്ടിപ്പിനോട് ഉപമിക്കുകയാണ് കോടതി. അതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് എന്താണ് കോടതി ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ട് ആ തലത്തിൽ കൂടിയുള്ള അന്വേഷണം, ഇത് ഏതെങ്കിലും തരത്തിൽ സ്വർണം മറച്ചു വിൽക്കുകയോ സ്വർണം കൈവശം വെക്കുകയോ അല്ല. അതിനപ്പുറത്ത് ശബരിമലയിലെ ഈ പുണ്യപുരാതനമായ വസ്തുക്കളുടെ റെപ്ലിക്ക ഉണ്ടാക്കി അത് അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റ് അതിൽ നിന്ന് ലാഭം കൊയ്യാനുള്ള ശ്രമം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൽ വിശദമായ പരിശോധന വേണം എന്ന് ഹൈക്കോടതി പറയുകയാണ്. അതൊരു ഗുരുതര സ്വഭാവമുള്ള പരാമർശമാണ്. അത് കേരളവും ഇന്ത്യയും വിട്ട് അന്താരാഷ്ട്ര തലത്തിലേക്കൊക്കെ പോകുന്ന ഒരു പരാമർശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. സ്വാഭാവികമായ അത്തരത്തിലുള്ള സംശയങ്ങൾക്ക് സാധ്യതയുണ്ട്. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ ഇവിടെ നിന്നുള്ള കട്ടിളപ്പടി പലയിടങ്ങളിലും എത്തിച്ച് പൂജ നടത്തി എന്നുള്ള വിവരങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും അവിടെ നിന്ന് ആളുകളുടെ പക്കൽ നിന്ന് പണം വാങ്ങിയിട്ടുണ്ടാകാം. അതിന്റെ ഒരു എക്സ്റ്റെൻഡഡ് അല്ലെങ്കിൽ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു തട്ടിപ്പ് ഇതിൽ നടന്നിട്ടുണ്ടോ എന്ന സംശയമാണ് കോടതി ഇപ്പോൾ പ്രകടിപ്പിച്ചിരിക്കുന്നത്. സുഹൈല, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.